നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് 31 വരെ നീട്ടി. ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴ പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വരെയായിരുന്നു ഒറ്റത്തവണ തീർപ്പാക്കലിൻ്റെ ഈ ഒരു കാലാവധി. ഇപ്പോൾ ഇത് ഈ ഒരു മാർച്ച് 31-ാം തീയതി വരെ നീട്ടി നൽകിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, കാൽനട യാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുമെന്നും ഇതിന് നിയമനിർമ്മാണം ആവശ്യമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം. നിലവിൽ പിഴ ഈടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ്. പിഴ ഈടാക്കുന്നതിന് നിയമനിർമ്മാണം ആവശ്യമാണ്. നിലവിലെ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ അപര്യാപ്തവുമാണ്. സംസ്ഥാനത്ത് റോഡ് യൂസേഴ്സ് ആക്ട് എന്നൊരു നിയമം വരികയാണെങ്കിൽ ആ ഒരു നിയമപ്രകാരം പിഴ ഈടാക്കാൻ സാധിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. കാൽനട യാത്രക്കാരുടെ അശ്രദ്ധ മൂലം അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. നിയമനിർമ്മാണത്തിലൂടെ അപകടങ്ങൾ കുറയ്ക്കാനാവും. എല്ലാ അപകടങ്ങൾക്കും കാരണം വാഹനങ്ങളുടെ ശ്രദ്ധക്കുറവാണെന്ന് പറയാൻ കഴിയില്ല. കാൽനട യാത്രക്കാരാണ് അപകടത്തിന് പിന്നിലെങ്കിൽ ഡ്രൈവർ കുറ്റക്കാരനുമാവുന്നില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കുറ്റം ചെയ്തത് ആരാണെന്ന് കണ്ടെത്തുന്നത് അന്വേഷണത്തിലൂടെ ആയിരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ഇനി മറ്റൊരു അറിയിപ്പ് കൂടി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, റോഡ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ പണരഹിത ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള പൈലറ്റ് സംരംഭം വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുതിയ ബസ്സുകൾക്കും ട്രക്കുകൾക്കുമായി 3 പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ നിർബന്ധമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അസം, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സ്കീമിൽ നിന്ന് ഇതുവരെ 6840 പേർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി 50,000 പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൈലറ്റുമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി അന്തിമ രൂപം തയ്യാറാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മാർച്ച് 13-ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ 30 വാർഡുകൾ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൊങ്കാല ഉത്സവം മാർച്ച് 14 വരെ നീണ്ടു നിൽക്കും. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുകയാണ്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം. പകൽ 11 മുതൽ 3 PM വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കണം. പ്രത്യേകിച്ചും ആ ഒരു സമയത്ത് കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.